അല്ല ഇതിപ്പോ ഞാൻ ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ ഈ ഏരിയയില് കോൺക്രീറ്റ് ചെയ്യണതും ഈ കട്ട വിരിക്കണതും രണ്ടും ഒരേ എക്സ്പെൻസ് ആയിട്ട് വരല്ലേ? കോൺക്രീറ്റ് കുറച്ച് കുറയും. കുറച്ച് പറഞ്ഞാൽ എത്ര ശതമാനം? കുറച്ചാണെങ്കിൽ ലേശ കുറയുള്ളൂ. ഒരു ചാക്കിന്റെ കോൺക്രീറ്റ് ഇതിപ്പോ ഇങ്ങോട്ടാണെങ്കിൽ ഒരു 2-3 ചാക്കാണെന്നുണ്ടെങ്കിൽ ഒരു 5 ചാക്കിന്റെ പൈസ ഇതിന് വരുള്ളൂ. ലെവലാക്കിയിട്ട് മണ്ണിന്റെ മുകളിലാണ് വിരിക്കുന്നത്. മിറ്റത്ത് വിൽക്കാണില്ലേ ചില്ലി മറ്റൊക്കെ അവസരം. ഇറത്തി വിൽക്കാൻ ചില്ലിന്റെ ഒന്നും ആവശ്യമില്ല. പണ്ട് നമ്മളിങ്ങനെ വെച്ചിന് എംസാൻഡ് ഇട്ടിട്ട് പാറപ്പൊടി ഇട്ടിട്ട് അതിന്റെ മുകളിലേ വെച്ചിന്. ഇപ്പൊ നമ്മൾ മണ്ണ് ലെവലാക്കിയിട്ടാണ് വെച്ചിട്ട് സൈഡാണ് കോൺക്രീറ്റ് ചെയ്യാം. ഇന്റർലോക്ക് ഉണ്ട്, മൊത്തത്തിൽ ഇന്റർലോക്ക് ഉണ്ട്, സാറൊക്കെയാണ്. ഇതിപ്പോ മഴവെള്ളം ഇറത്ത് വന്ന് നോക്കുന്നതിന് ആണ് ഇപ്പൊ ഈ പരിപാടി. സാധാരണ ഇത് കോൺക്രീറ്റ് ചെയ്യല. ഇതിപ്പോ എന്താ ഇന്റർലോക്ക് ഇടാൻ കാരണം എന്താ അറിയോ? ചളി ഇന്റർലോക്ക് ഇന്റർലോക്ക് ആകുമ്പോ എപ്പോഴും ഈ ലക്ഷറി മോഡൽ ഉണ്ടാവും. പെര എപ്പോഴും നന്നായിരിക്കും, എക്സിക്യൂട്ടീവ് ലുക്ക് ഉണ്ടാവും. ഇതിപ്പോ നമ്മള് സാധാരണ മണ്ണ് ലെവലാക്കിച്ചിട്ട് അതിന്റെ മുകളിലാണ്ട് ഇട്ടേക്കുക. അപ്പൊ അടിയിൽ ചില്ലിയും കോൺക്രീറ്റ് ഒന്നും ഇട്ടിട്ട്? അടിയിൽ ചില്ലിയില്ല, കോൺക്രീറ്റ് ഒന്നുമില്ല. അതെന്താ അങ്ങനെ ചെയ്യാം? അതിന്റെ ആവശ്യം വരുന്നില്ല, എക്സ്പെൻസിന് മാറ്റം വരും. പിന്നെ പറഞ്ഞാല് പെരക്കാർക്ക് അതിന് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഇല്ലേമാട് വെച്ചു കൊടുക്കാം. ചില്ലില്ലാതെ അതിന്റെ മുകളിൽ മണ്ണ് ലെവലിലാണ് അടിച്ചിട്ട് അതിന്റെ മുകളിൽ ഇന്റർലോക്ക് ഇട്ടിട്ട് സൈഡിൽ ഇതേമാതിരി ഉണ്ടാക്കി കൊടുത്ത് ഇത് പോരിഞ്ച് താത്തിട്ട് വെച്ച് അറിയാം. മണ്ണ് ലെവലടിച്ചതിന് ശേഷം ചില്ലിട്ടാണ്ട് ചില്ലി ഇതിന്റെ ലെവലിൽ വരാനേ പാടുള്ളൂ. സാധാരണ ഈ അപ്പൊ ഈ കോൺക്രീറ്റ് കാണൂല. ഇപ്പൊ ഈ ചില്ലി ഒന്നായിട്ട് ലെവലാക്കിയിട്ടാണ് അതിനാണ് ഇപ്പൊ ഇത്ര താത്തിട്ടത്. അപ്പൊ ഒന്നായിട്ട് ചില്ലി വരും. മറ്റേ സൈഡിൽ കോൺക്രീറ്റ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഇത് ചെറിയ മിറ്റലുള്ളൂ. അപ്പൊ ഇത് ജർമ്മൻ ടെക്നോളജിയാണ്. ടെക്നോളജി അമീൻ വട്ടപ്പറമ്പ്. ഇതാവുമ്പോ എന്താ സുഖം കൂടുതലാണ്. കാരണം വെച്ചാൽ കോൺക്രീറ്റ് കുഴച്ചുകൊണ്ട് ഇതിന് മെയിനായിട്ട് എന്താ കോൺക്രീറ്റ് കുഴച്ചാൽ ഇത് പൊട്ടുകൂട്ടിക്കോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മാണ്ട വെച്ചേക്കാണെങ്കിൽ നമ്മൾ പൊളിച്ച് ഒഴിവാക്കാൻ സ്ഥലം കാണണം. ആ സ്ഥലം ഇതാവുമ്പോ ഇനിയിപ്പോ ഇത് മാണ്ട വെച്ചേക്കാണെങ്കിൽ ഇത് ഒന്നാരും എടുത്തുകൊണ്ട് സെക്കൻഡ് വില കൊടുത്തേക്കാണെങ്കിലും കഴിട്ടും. ഇപ്പൊ ഇതല്ലേ അടക്കളുടെ വാത് കൊണ്ടിട്ടേക്കാണെങ്കിൽ ആ സാധനം നഷ്ടപ്പെടില്ല. ഈ സൈഡിൽ ചെറിയ കോൺക്രീറ്റ് മാത്രമേ ഒഴിവാവുള്ളൂ. ബാക്കിയുള്ള വഴി കാണും. ഇതിപ്പോ എന്താ അറിയോ, ഇത് കാണാനല്ല ലുക്കേ കാണും. ഇതാണ് പെയിന്റ് അടിച്ചാൽ മതി. ഇത് നമ്മൾ ഇത് ഒരു സ്ഥലം ഇത് കുറെ നമ്മളെ പാറകോലത്ത് 3 വരെ ഇട്ടിരിക്കുന്നത്. പിന്നെ കുറെ കാലം മുന്നേ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. കുറെ സ്ഥലത്ത് ഇട്ട് കൊടുക്കും. ഇതിന് അടിയിലൊന്നും ഇട്ടില്ലല്ലോ, വെറും മണ്ണ് ലെവലടിച്ചിട്ട് അതിന്റെ മുകളിലാണ്ട് വിരിച്ചു വെക്കല്ലേ. അപ്പൊ കാണാൻ നോക്കിയതിന് ചെറിയൊരു എമൗണ്ട് കൂടുള്ളൂ. എന്നാലും കാണാൻ ലുക്ക് ഉണ്ടാവും. കോൺക്രീറ്റ് കുറച്ചടി കഴിഞ്ഞാൽ അതിന്റെ കുപ്പായത്തെ കളർ ഉണ്ടാവും. അതേമാതിരി മണ്ണ് കളർ ഉണ്ടാവും. ഉണ്ടാവില്ല. ഈ അടിയിൽ എന്തിനാ ഇത് മുട്ടിച്ചിട്ടാ അതിന്റെ ബുദ്ധിമുട്ട്? ഇത് ഇവിടെ ഒരു ചെറിയ സ്പേസ് കിട്ടണം. കാരണം ഇതെന്താ സംഭവിച്ചാല് ഇതിനിടെ സാധാരണ 1.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കും. ചിലവിൽ 1.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കും. ഇത് വലിപ്പം കുറച്ചല്ലേ ഉള്ളൂ. ഇതാകെ 3 അടി ഉള്ളൂ. ഇതിനിടയിൽ കട്ടക്ക് ഇളക്കം വരെ എന്തെങ്കിലും സംഭവിച്ചേക്കാണ് ഈ കട്ട ഇതിനിടയിൽ ഈ ഭാഗത്ത് സിമെന്റും ഇവിടെ സിമെന്റ് ഇട്ടേക്കാണെങ്കിൽ ഈ കട്ടത്തിനൊന്നും എടുക്കാൻ ബുദ്ധിമുട്ടേ. ഇതാകുമ്പോൾ ഇങ്ങോട്ട് നീക്കിക്കാണ്ട് ഇതിങ്ങോട്ട് എടുക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല ഈ തറക്ക് നല്ല അവിടെ നോക്കിയാ അവിടെ കുറച്ചും ഇവിടെ തോനെയാണ്. അപ്പൊ ഈ ഭാഗത്ത് ആ ബെൻഡ് അതൊക്കെ ഈ കട്ടമ്മൽ. അതെ. അപ്പൊ ആ മൂലയിൽ നമ്മൾ കട്ട അടുപ്പിച്ചാണ്ട് നമ്മള് വെച്ച് പോന്നക്കാണെങ്കിൽ ആ മൂലയൊക്കെ എത്തുമ്പോ ഔട്ട് വരും. അപ്പൊ കട്ട ചിലപ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്തേക്കേണ്ട ആവശ്യമൊക്കെ വരും. ഭയങ്കര. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വിരലേക്ക് വെട്ടാട് ക്യാപ്പിട്ട് പോകുന്നത്. അതാണ് ഇപ്പൊ ഇത് പോളിഷ് ചെയ്തേക്കാണുണ്ടല്ലോ കട്ട കാണാൻ നല്ല ചുരുക്കിക്കാരം. വേറെ മറ്റു കോൺക്രീറ്റ് ആണെങ്കിൽ രസം ഉണ്ടാവും. ഇപ്പൊ നേരെ ഇങ്ങനെ ഇട്ടാണ് അങ്ങോട്ട് പോയി ഇതേമാതിരി പേരന്റെ അപ്പുറത്ത് ഇട്ട് കൊടുത്തു. 2 ഇറബാവ് ഇട്ട് കൊടുത്തു. ഇതിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ കൊണ്ട്? ഇവിടെ സാധാരണ നമ്മൾ മണ്ണ് എത്തിയാണ്ട് ചില്ലിയാണ്ടും ഈ ചില്ലിടുമ്പോ അതേ പറഞ്ഞ ചില്ലിടുമ്പോ ഈ കോൺക്രീറ്റ് ഇവിടെ ചില്ലിട്ട് കഴിഞ്ഞാൽ ഈ ചളി ഇങ്ങോട്ട് തെറിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോ അത് അതിലോട് പോകും. ചില്ലിയാണ് ചളി മാക്സിമം ദിമ കയറും, അങ്ങോട്ട് എത്തൂല. ഇനിയിപ്പോ ചില്ലിട്ടേക്കാണ് നമ്മൾ ഇതാണല്ലേ ഈ കോൺക്രീറ്റ് കാണൂല. മറ്റേത് അതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് ഇവിടെ ഇറക്കിയിട്ടത്. ഇത് മണ്ണിലാണ് നമ്മൾ സാധാരണ ചില്ലി അടിയിൽ ഇടൽ നിർബന്ധമാണ് അറിയും. എങ്ങർജിപ്പ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ, വെള്ളം ഇറങ്ങാണ്ട് നേരെ മണ്ണിക്കാട് ഇറങ്ങി പോകും. ചില്ലി ആണെങ്കിലും അതേമാതിരി ഇറങ്ങി കോൺക്രീറ്റ് ആകുമ്പോൾ ഇറങ്ങൂല. പാറപ്പൊടി ആകുമ്പോൾ ഇനിയിപ്പോ ഇതിന് ചോട്ട് കൂടെ വെള്ളം ഉണ്ടല്ലോ, അതിന്റെ ചോട്ട് കൂടെ കീഞ്ഞ് വെള്ളം വരുന്നതും കോൺക്രീറ്റ് ഇട്ടാലും അതേ കിഞ്ചിലായിട്ട് ബിരുദാനന്തര ബിരുദം എടുത്തതാണോ അല്ലെങ്കിൽ ഇത് കുറെ ആയിട്ടില്ല. ഇതിപ്പോ കുറെ ആയിട്ട് ജന്മന കിട്ടിയ സിദ്ധിയാണ്. ഭയങ്കര. അല്ല ഇതെന്തോ ഒരുവിധം പെരയിലൊക്കെ ഉണ്ടല്ലോ ബഡ്ജറ്റ് ഉണ്ടാവില്ല. ചെറിയ പെരയിലൊക്കെ ബഡ്ജറ്റ് എന്നാ പോയി ഇന്റർലോക്കോടും വേണ്ടി വരും. കോൺക്രീറ്റ് നോക്കില്ല. ചിലർ ബാക്കിയുള്ള സാധനം കൊണ്ടൊക്കെ കൊണ്ടുപോയിട്ടല്ലോ. ഇതാവുമ്പോ നോക്കിയാജി കാണാൻ എന്തോ ഒരു വൃത്തിയാക്കിയാജി. ഇത് ഇനിയിപ്പോ ഒരു കട്ടുണ്ട് ഇളകിയ താന്നൊട്ടിക്കോ ഇതൊക്കെ നീക്കിയാണ്ട് മണ്ണിട്ടാണ്ട് അതേമാതിരി ലെവലാക്കിട്ടാണ് അവിടെ മുട്ടിച്ചിട്ട് കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാണ് ആ സിമെന്റ് ഇടാത്തത്. അപ്പൊ ഭാവിയിലേക്കുള്ള ഒരു സേഫ്റ്റിക്കാണ്. വെള്ളം താവുള്ള വെള്ളം എങ്ങനെ താന്നു പോകും. അത് ചില്ലിട്ടാലും വെറും മണ്ണല്ലേ, അങ്ങനെയാലും വെള്ളം താന്നു. കോൺക്രീറ്റ് ആകുമ്പോൾ താവില്ല. കോൺക്രീറ്റ് ആകുമ്പോൾ വെള്ളം താവില്ല. കോൺക്രീറ്റ് ആകുമ്പോ ചളി പിടിച്ചാണ്ട് രപ്പം കേട്ടോ
അപ്പൊ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വർക്ക് കൂടെയാണ് ഇത്. ഇതാണ്ടോ അതേമാതിരി തന്നെ ഈ ഭാഗത്തും അതേമാതിരി കണ്ട് വെച്ചതാണ്. ഇതിന് പേരൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി നേരെ കണ്ട് വെച്ച് പോകുന്നത്. അടുക്കള ഭാഗത്ത് ഇട്ടണോ? ആ അടുക്കള ഭാഗത്ത് ഇനി അല്ല അടുക്കള ഭാഗത്ത് ഇട്ടില്ല, അങ്ങേ സൈഡിൽ പേരൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നേരത്തെ കണ്ട അതേമാതിരി കണ്ടാവും. ഇതും അതേമാതിരി ചില്ലിടാൻ വേണ്ടി വെച്ചതാണ്. മണ്ണിട്ടിട്ട് രാവിലെ അതേമാതിരി തന്നെ എനിക്ക് ചൂട് കൊടുക്കാൻ വെച്ചു. അതൊക്കെ ഫ്ലോർ ഉണ്ടല്ലോ ഫുള്ള് മണ്ണാണ്. മണ്ണ് നല്ലോണം താത്തി അടിച്ച് ദമ്മാക്കിയതിന്റെ ശേഷം ഫ്ലോർ ലെവലാക്കിയതിന് ശേഷമാണ്. മെഷീനൊന്നും അടിച്ചില്ല, ഇവിടെ ഒടിക്കാതെ അത് നമ്മളെ സാധാ മുട്ടി ഇട്ട് അടിച്ചടിക്കാം കറക്റ്റ് ലെവൽ. അവിടെ നോക്കിയാ നടന്ന് ആദ്യം കുറച്ച് സ്ഥലം കുറച്ച് സ്ഥലമാണ്. അപ്പൊ പിന്നെ ആദ്യം കോൺക്രീറ്റ് ഇടും, കോൺക്രീറ്റ് ഒക്കെ പുറത്ത് ഇതൊക്കെ ഉറപ്പിട്ടിട്ട് കോൺക്രീറ്റ് പൊളിച്ച് ഒഴിവാക്കിയതാ. അതൊക്കെ കോൺക്രീറ്റ് ഉണ്ട്. കോൺക്രീറ്റ് കുറെ പൊടിയും ഇതാകുമ്പോൾ ലക്ഷറി സാധനമാണ്. ഇനി ഇത് സാധനം ഉണ്ടല്ലോ 10-30 കൊല്ലം കഴിഞ്ഞാൽ ഈ സാധനം വേണ്ട വെച്ചാൽ അപ്പുറത്ത് കണ്ടത്ത് കൊണ്ടുപോയിട്ടൂടെ. അപ്പോഴും സാധനം സാറല്ലേ, അതിന് സെക്കൻഡ് വില സാധനത്തിന് കിട്ടും. പിന്നെ എന്തിനു മേടിച്ചിന് ഇന്നത്തെ പുതിയന്റെ വില അന്ന് സെക്കൻഡ് കിട്ടും. ഇതുപോലെ കോൺക്രീറ്റ് ആകുമ്പോൾ പൊളിച്ച് ഒഴിവാക്കേണ്ടി വരുന്നത്. കോൺക്രീറ്റ് പൊളിച്ച് ഒഴിവാക്കേണ്ടി വരും. ഇതാകുമ്പോൾ പൊളിച്ച് ഒഴിവാക്കേണ്ട അതേമാതിരി എടുത്താണ്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ ആർക്കാർക്ക് കൊടുക്കും ചെയ്യാം. ഇതുണ്ട് അതും പടവ് തേപ്പ് പെയിൻ്റടി അതേമാതിരി ഇന്റർലോക്ക്. ഇത് പുതിയ പുതിയത് ഇത് പൊളിച്ചാൽ മതി. ഇന്നലെ മയതിൻ്റെതാണ്. അപ്പോൾ നമ്മൾ വർക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ആക്കി കൊടുത്താണി സാറല്ലേ. അപ്പോൾ റെഡി എന്നാ വരി.